الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. പരമകാരുണ്യന്റെ അടിമകളായ ഇബാദുർ റഹ്മാൻ, പരമകാരുണ്യന്റെ അടിമകൾ
من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ഈ പ്രാർത്ഥനയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള, അനിവാര്യമായും നിർബന്ധമായും എല്ലാ ആളുകളും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന എന്ന നിലക്കാണ് അതിൻ്റെ ആശയം നമ്മൾ വിശദീകരിക്കണം. കാരണം നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം അത് ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക. കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, കുറേ കാര്യങ്ങൾ പഠിക്കുന്നു. ഇത് ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക? അത് പ്രാർത്ഥന കൊണ്ടാണ്. അതായത് നമ്മൾ ഒരു സുബ്ഹാനല്ലാഹ് അധികം പറഞ്ഞു, ഒരു ദിക്ർ നമ്മൾ അധികം പറഞ്ഞു, ഒരു പ്രാർത്ഥന നമ്മൾ ഒരു ദിവസം പറയുന്നത് അധികം പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ പഠിച്ചത് ജീവിതത്തിൽ കാണണം. ഇനി മറ്റൊരു കാര്യം, ആ പറയുന്ന കാര്യം, ചോദിക്കുന്ന കാര്യം, പ്രാർത്ഥിക്കുന്ന കാര്യം ആശയം അറിഞ്ഞ് അർത്ഥമറിഞ്ഞ് മനസ്സിൽ തട്ടി പറയാം. അത് രണ്ടാമത്തെ ഘട്ടമാണ്. പലപ്പോഴും ചെറിയ പ്രായത്തിലേ നമ്മൾ പറഞ്ഞു വരുന്ന പല ദിക്റുകളും, കാണാതെ പഠിച്ച പല പ്രാർത്ഥനകളും അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണ്, അതിൻ്റെ വലിപ്പം എന്താണ്, അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊന്നും നമ്മൾ അറിയാറില്ല. എന്നാൽ അത് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കുന്ന ഒരു ഘട്ടം മുതൽ നമ്മുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥന നമ്മളെ സ്വാധീനിച്ചു തുടങ്ങും. ആ കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ എന്നത് നമ്മളൊന്ന് വിശദമായിട്ട് പഠിക്കുന്നത്. ഇപ്പൊ ദുരിയത്താണ് അല്ലെ, അതിലെ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ, അതിലെ ദുരിയാത്ത് എന്ന ആ വാക്കാണ് ഇപ്പൊ നമ്മൾ പഠിച്ചു വരുന്നത്. ഒരു പക്ഷേ നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടാവും. എന്താന്ന് വെച്ചാല് എന്തിനാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പഠിക്കേണ്ട കാര്യം, എങ്ങനെ ഓരോ പദങ്ങളും പഠിക്കണം, ഓരോ പദങ്ങളും പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊക്കെ ഒരു പക്ഷേ നമ്മൾ പലർക്കും ചിന്ത വരാം. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഒരു പദം പഠിക്കുക എന്നതിലും അപ്പുറം ഖുർആനിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിലെ ചില പ്രയോഗങ്ങളിൽ വരെ വ്യത്യാസമുണ്ട്. ഒരു പദം പഠിക്കുക എന്നതിനപ്പുറം ഒരു പദത്തിന്റെ ഘടനയിൽ വരെ വ്യത്യാസമുണ്ട്. ഘടനയിൽ വരെ നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും ഉണ്ട് എന്നുള്ളതാണ്. ഒരു വാക്കിന്റെ ഘടന നിങ്ങൾക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഖുർആനിൽ നമ്മൾ കാണുന്ന ഒരു പ്രയോഗമാണ് വല്ലാഹു ബിമാ തഅമലൂന ബസീർ. വല്ലാഹു ബിമാ തഅമലൂന ബസീർ. മറ്റൊരു പ്രയോഗമാണ് വല്ലാഹു ബസീറുൻ ബിമാ തഅമലൂൻ. വല്ലാഹു ബിമാ തഅമലൂന ബസീർ അല്ലേ? രണ്ടാം വാക്യത്തിൽ വല്ലാഹു ബസീറുൻ ബിമാ. എന്താ വ്യത്യാസം? ഇത് ഒരു പദത്തിന്റെ ഘടന അല്ലെ, പദത്തിന്റെ ഘടനയിൽ വന്ന വ്യത്യാസം. ഇവിടെ ബസീർ അവസാനമാണ്, ഇവിടെ ബസീർ ആദ്യമാണ്. ഖുർആനിൽ പല സ്ഥലത്തുണ്ട്. ഈ ഇതിന് വാക്കുകളൊന്നും വ്യത്യാസം, ഇതിന്റെ ഘടനയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബിമാ തഅമലൂന മുമ്പ് ബസീർ വന്നു, ബസീർ ശേഷം വന്നു. ഖുർആൻ നമ്മൾ പഠിച്ചു നോക്കിയാൽ ഇത് രണ്ടും രണ്ട് പ്രധാനപ്പെട്ട വ്യത്യസ്ത വിഷയങ്ങളെയാണ് ഈ ഘടന സൂചിപ്പിക്കുന്നത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, ഞാൻ എന്തായാലും ഹോംവർക്ക് തരാം, അത്രയേ ഉള്ളൂ. ഇതിൽ ഒന്നാമത്തത് വല്ലാഹു ബിമാ തഅമലൂന ബസീർ എന്ന് പറയുന്നിടത്തൊക്കെ ഇതിനർത്ഥം എന്താ? വല്ലാഹു തീർച്ചയായും അല്ലാഹു ബിമാ തഅമലൂന നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ ബസീർ കണ്ടറിയുന്നവരാണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു,
എന്ന കാര്യം കണ്ടറിയുന്നവരാണ് ആര്? അള്ളാഹു. അള്ളാഹു ബസീറുൻ ബിമാ തഅമലൂൻ എന്ന് പറയുമ്പോൾ അർത്ഥം തന്നെയാണ്. അള്ളാഹു ബസീറുൻ ബിമാ തഅമലൂൻ, അള്ളാഹു ബസീറുൻ കണ്ടറിയുന്നവരാണ് ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യത്തെ കുറിച്ച്. അർത്ഥം ഒന്നാണ്. പക്ഷെ ഈ രണ്ട് ആയത്തുകളിലും പരാമർശിക്കുന്ന വിഷയങ്ങൾ വ്യത്യസ്തമാണ്. ഒന്നാമത്തേതില് നമ്മുടെ അമലുകളെ കുറിച്ചാണ്. എന്താണ്? നമ്മുടെ അമലുകളെ കുറിച്ച്, നമ്മുടെ പ്രവർത്തനം, അതായത് നമ്മുടെ നിസ്കാരം, നോമ്പ്, സക്കാത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴാണ് അതെന്ത് പറഞ്ഞത്? വല്ലാഹു ബിമാ തഅമലൂന ബസീർ എന്ന് പറയുന്നത്. എന്നാൽ വല്ലാഹു ബസീറുൻ ബിമാ തഅമലൂൻ എന്ന് അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ ജലാലത്തിനെ, അള്ളാഹുവിന്റെ ദാത്തിന്റെ, അള്ളാഹുവിന്റെ അലിയത്തിനെ സൂചിപ്പിക്കുന്ന അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ കുറിച്ച്, മഹത്വത്തെ കുറിച്ചൊക്കെ പറയുന്നിടത്താണ് എന്ത് പറയുന്നത്? അല്ലാഹു ബസീറുൻ ബിമാ തഅമലൂൻ എന്ന് പറയുന്നത്. ഞാനൊരു ഉദാഹരണത്തിന് നിങ്ങൾ അൽ-ബഖറയിലെ 110 പെട്ടെന്ന് പഠിക്കും. അൽ-ബഖറ എല്ലാവരും വേറെ പഠിക്കാമല്ലോ. അൽ-ബഖറയിലെ 110 ആയത്. ഇവിടെ ആദ്യം ബസീറാണ് വന്നത് അതോ രണ്ടാമതാണ് ബസീർ വന്നത്? ഇതിൽ വന്ന വിഷയം എന്താണ്? നിസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക. നിങ്ങൾ ഹൈറായ നന്മയായി എന്തൊന്നും ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് കണ്ടെത്താം. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു കണ്ടറിയുന്നവരാണ്. ഇനി ഇത് ഒരു സ്ഥലത്തല്ല, വേറെ പല സ്ഥലത്തുണ്ട്. ഇനി നിങ്ങൾ സൂറത്ത് 49 സൂറത്ത് നോക്കി. 49 അല്ലല്ല, 49 സൂറത്ത്. സൂറത്ത് 49 ഏതാ? സൂറത്ത് കാഫിന് തൊട്ട് ഗുജറാത്ത്. സൂറത്തുൽ ഗുജറാത്തിലെ 18 ആയത്ത് വായിച്ചോക്കി. 49 18 വായിച്ചോക്കി. തീർച്ചയായും അല്ലാഹു യഅലമു ഗൈബസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിൽ മറഞ്ഞ എല്ലാ കാര്യങ്ങളും മനുഷ്യ കാര്യങ്ങളും ആരറിയുന്നു? അല്ലാഹു അറിയുന്നു. വല്ലാഹു ബസീറുൻ ബിമാ, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യത്തെ കണ്ടറിയുന്നവനാണ് അല്ലാഹു. അള്ളാഹുവിന്റെ ദാത്ത് അനിയത്ത്, അള്ളാഹുവിന്റെ വിശേഷണമാണെന്ത്? ആലിമുൽ ഗൈബി വശഹാദ. മനസ്സിലായത്? അപ്പൊ ഈ ഒരു പ്രയോഗം നിങ്ങൾ നോക്കി. വല്ലാഹു ബിമാ തഅമലൂന ബസീർ എന്ന് പറയുമ്പോൾ ഉള്ളത് വല്ലാഹു ബസീറുൻ ബിമാ തഅമലൂൻ. ഈ രണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നിടത്ത് പറയുന്ന വിഷയങ്ങൾ വ്യത്യസ്തമാണ്. നമുക്ക് തദബ്ബുർ ചെയ്യാനുണ്ട്. ഞാൻ അതാ ഒരു വാക്ക് മാത്രമല്ല, ആ വാക്കിന്റെ ഘടനയിൽ വരുന്ന മാറ്റങ്ങൾ വരെ നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും ഉണ്ട്. ഇനി നിങ്ങളുടെ കൂടുതൽ പഠനത്തിന് ഞാൻ കുറച്ച് ആയത്തിൽ വേഗം ഞാൻ ആദ്യത്തെ പറഞ്ഞു. ഇത് നിങ്ങൾക്ക് കൂടുതൽ പരിശോധിക്കാൻ ഇത് ആദ്യത്തെ പറയും. ഇതാണ് കൂടുതലുള്ളത്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ. അത് വന്ന സ്ഥലത്താണ് പറഞ്ഞത്. ബസീർ രണ്ടാമത് വന്നത് 2:233 2:233 237 265 എൺപത്തറിയ 3 ആയിട്ട് 2:233 237 265 8 39 72 എട്ടാമത്തെ സൂറത്ത് അൻഫാലാണ്. 39 72
89 72. 11 112. 11 112. 34 11. 11 112. 11 112. 34 11. 41 40. അൻപത്തി 4. 63. 64 2. 33 9. 33 9. 48 24. 48 24. ഇനി വല്ലാഹു ബസീറുൻ ബിമാ തഅമലൂൻ. വല്ലാഹു ബസീറുൻ ബിമാ തഅമലൂൻ. അത് നിങ്ങൾ എഴുതിക്കൊള്ളി. പറയട്ടെ. 296 3 163 5 71 71 5 71 40 9 18 40 9 18 മതി. ഞാനതൊന്ന് സൂചിപ്പിച്ചു മാത്രം. ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആയത്തുകൾ നിങ്ങൾ ഒഴിവ് കിട്ടുന്ന സമയത്ത് ഒന്ന് പരിശോധിക്കുക. അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്ന സംഗതി എന്താണ്? വല്ലാഹു ബിമാ തഅമലൂന ബസീർ. ബസീർ രണ്ടാമത് വന്നു. ഈ ആ വാക്കിന്റെ ഘടന വ്യത്യാസം. ഈ സ്ഥലത്തൊക്കെ മനുഷ്യന്റെ അമലുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്നാൽ വല്ലാഹു ബസീറുൻ ബിമാ തഅമലൂൻ എന്ന് പറയുന്നിടത്ത് അല്ലാഹുവിന്റെ അസ്മാഉകൾ, സിഫാത്തുകൾ, അല്ലാഹുവിന്റെ ഉന്നതമായ പദവികൾ, സ്ഥാനങ്ങൾ, അല്ലാഹുവിന്റെ ദാത്തിനെ സംബന്ധിച്ചൊക്കെയാണ് പറയുന്നത്. ബസീർ ആദ്യമായി വരുന്നത്. ശരി, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു പദം, ഖുർആനിലെ ഒരു പദം പോലും നമുക്ക് പഠിക്കാനുണ്ട്. ആ പദം മാത്രമല്ല, പദത്തിന്റെ ഘടന വരെ, ആദ്യം വന്ന വാക്ക് പിന്നീട് തിരിച്ചു വരുമ്പോൾ വരുന്ന വിഷയങ്ങളിലെ വ്യത്യാസങ്ങൾ വരെ നമുക്ക് ചിന്തിക്കാനും പഠിക്കാനുണ്ട് എന്ന് പറയാനാണ്. ശരി, അപ്പൊ നമ്മൾ ദുർബീയത്തിൽ അവസാനം പറഞ്ഞ വാക്യം തരുന്നത് ആദ്യം. പിന്നെ മക്കൾ നന്നാവാത്തത് എന്തുകൊണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ? 1762 പറഞ്ഞില്ലേ? പറഞ്ഞല്ലോ അല്ലെ? നമ്മൾ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണിത്. അവരെ ദുരിയത്താണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ആ ദുരിയത്തിനെ പറ്റിയുള്ള വാക്കുകൾ നമുക്ക് എന്തുകൊണ്ട് മക്കൾ നന്നാകുന്നില്ല എന്നതിന്റെ അതിന്റെ കാരണമാണ് ഇസ്രായേലിലെ 62ാമത്തെ ആയത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, ഈ പ്രാർത്ഥന, അതായത് ഖുർആന്റെ ആദ്യം നമ്മൾ ചോദിക്കുന്ന ഈ പ്രാർത്ഥന മറ്റ് ചില പ്രാർത്ഥനകളുമായി ലിങ്ക് ചെയ്ത് വരുന്നുണ്ട്. അതായത് 3 പ്രാർത്ഥനകളുടെ, ശ്രദ്ധിക്കണം, 3 പ്രാർത്ഥനകളുടെ ഉത്തരമാണ് നമുക്ക് കിട്ടേണ്ട ഖുർആനിൽ. മനസ്സിലായില്ലേ? ആ 3 പ്രാർത്ഥന ഖുർആനിലുണ്ട്. മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ആ പ്രാർത്ഥനയോട് ചോദിക്കുന്ന ഖുർആനിൽ നമുക്ക് കിട്ടുന്നത് മറ്റ് 3 പ്രാർത്ഥനയിലൂടെയാണ്. നമുക്ക് അറിയാവുന്നതാണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അതിൽ ഒന്ന്, പിന്നെ നമ്മൾ ഏറ്റവും വലിയ കണ്ണിന്റെ കുളിർമ ആകേണ്ടവർ പെൺകുട്ടികളാണ്. പലപ്പോഴും പല ആളുകൾക്കും കണ്ണ് നിറഞ്ഞത് ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളെ വിഷയത്തിലായിരിക്കും. അപൂർവങ്ങളിൽ മാറ്റം ഉണ്ടാവും, അപൂർവമായിട്ട് മാറ്റം ഉണ്ടാവും. ഏറെയും നമ്മളെ മാത്രം നോക്കണ്ട, നമ്മൾ നാട് മൊത്തം നോക്കിയാൽ മതി, നാട്ടിൽ മൊത്തം നോക്കിയാൽ മതി. പല 18 വയസ്സ് വരെ, 20 വയസ്സ് വരെ, 22 വയസ്സ് വരെയൊക്കെ പൊന്നുപോലെ നോക്കി വളർത്തിയ മക്കൾ വാപ്പാനെ വിട്ട് ഉമ്മാനെ വിട്ട് നിസ്സാരമായിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് മാത്രം പരിചയപ്പെട്ട ഒരുത്തരെ കൂടെ പോവുകയാണ്. ഇവിടെ കോടതിയിൽ ജഡ്ജി ചോദിക്കുകയാണ്, ആരൊപ്പം പോകണ്ടെന്ന് പറയുമ്പോൾ വാപ്പാനും ഉമ്മാനും ഒപ്പം ഇത്രയും കൊല്ലം നോക്കി വളർത്തിയ വാപ്പാനും ഉമ്മാനും വേണ്ട,
അവരെ കൂടെ പോകേണ്ടത്, ഇന്നലെ കണ്ടവരെ കൂടെ പോകേണ്ടത്. നമ്മൾ പല കോടതികൾക്ക് മുന്നിലും പല കോടതി വരാന്തകളിലും എത്രയോ മാതാപിതാക്കൾ കരഞ്ഞ് പെൺകുട്ടികളെ പിന്നാലെ ഓടിയതൊക്കെ പലപ്പോഴും നമ്മൾ വീഡിയോകളിലും നമ്മൾ കണ്ടതാണ്. ഒരുപാട് പലരും അങ്ങനെയാണ്. ശരി, എങ്കിൽ ആദ്യം പറയുന്നത് പെൺകുട്ടികളെ വിഷയത്തിലാണ്. പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ നിർബന്ധമായും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന പോകാനുണ്ട്. എങ്ങനെയാണെന്നറിയുന്നത്, പെൺകുട്ടി ആണ് പ്രസവിച്ചത് എന്ന് അറിഞ്ഞ ഉടനെ പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് വേണ്ടി ആദ്യമായി പ്രാർത്ഥിക്കേണ്ടത് ആ പെൺകുട്ടിയുടെ ഉമ്മയാണ്. എത്ര സ്ത്രീകൾക്ക് അറിയും? ഒരു പെൺകുട്ടിക്ക് ഒരു ഉമ്മ ജന്മം നൽകിയാൽ ആ പെൺകുട്ടിക്ക് ജന്മം നൽകിയ ഉടനെ ആദ്യമായിട്ട് ആ കുട്ടി ഭൂമിയിലേക്ക് പിറന്ന് വീണ ഉടനെ ആദ്യമായിട്ട് ആ കുട്ടിക്ക് വേണ്ടി ഉയരേണ്ട പ്രാർത്ഥന ഉമ്മാന്റെ പ്രാർത്ഥനയാണ്. എത്ര പെൺകുട്ടിക്ക് ഈ പ്രാർത്ഥന അറിയും? ഖുർആനിൽ നമുക്ക് മാതൃകകളുണ്ട് അല്ലെ? ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഖുർആനിൽ ആണും പെണ്ണും അടക്കമുള്ള സകല മുഅ്മിനീങ്ങൾക്കും, ആണും പെണ്ണും അടക്കമുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും ഉദാഹരണമായിട്ട് പറഞ്ഞത് ആണിനല്ല, പിന്നെ പെണ്ണിനാണ്. മുഅ്മിനീങ്ങൾക്കുള്ള ഉദാഹരണമായി മാതൃകയായി പറയുന്നത് ആണും പെണ്ണും അടക്കമുള്ള മനുഷ്യ സമൂഹത്തിന്റെ മാതൃകയായിട്ട് പറയുന്നത് ഒരു ആണിനെയല്ല, പിന്നെ പെണ്ണിനെ. മനസ്സിലാക്കണം, ഖുർആനിൽ ഒരേ ഒരു പെണ്ണിന്റെ പേരേ ഉള്ളൂ. ഖുർആനിൽ ഒറ്റ ആണിന്റെ പേര് എമ്പാടുണ്ട്, പെണ്ണിന്റെ പേരിൽ ഒറ്റ പേരെ ഖുർആനിലുള്ളൂ. ഒരു പെണ്ണിന്റെ പേരെ ഖുർആനിലുള്ളൂ അല്ലെ? എത്രയോ മഹതികൾ ജീവിച്ചുപോയി, എത്രയോ മഹതികൾ ജീവിച്ചുപോയി. പക്ഷേ പറഞ്ഞത് ഒരേ ഒരു പെണ്ണിന്റെ പേരാ ഖുർആനിൽ. ഏതാണ് പെണ്ണ്? മറിയം. ഒരു സൂറത്ത് തന്നെ അവരുടെ പേരിലാണ് ഇറങ്ങിയത് അല്ലെ? അള്ളാഹ് പറഞ്ഞു സകല മുഅ്മിനീങ്ങൾക്ക് ഉദാഹരണമാണ് മറിയം. എന്തുകൊണ്ടെന്നറിയാം? എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? ആ ചരിത്രത്തിൽ നമുക്ക് പാഠമുണ്ട്, ആണിനും പെണ്ണിനും പാഠമുണ്ട്. മറിയമിന്റെ ഉമ്മ ശ്രദ്ധിക്കണം, മറിയമാണ് ലോകത്തുള്ള ആണും പെണ്ണും അടക്കമുള്ള മുഅ്മിനീങ്ങൾക്ക്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നതിനാണ്, ചില പോയിന്റ് നമ്മുടെ ഹൃദയത്തിൽ നിൽക്കണം. അശ്രദ്ധാനല്ല ആവർത്തിക്കുന്നത്, ആവർത്തിക്കുന്ന ഹൃദയത്തിൽ നിൽക്കാൻ. ലോകത്തുള്ള സകല ആണിനും പെണ്ണിനും, മുഅ്മിനീങ്ങളായ ആണിനും പെണ്ണിനും ഉദാഹരണം ഒരു പെണ്ണ്, ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ജനിക്കുന്ന സന്ദർഭം മാതൃകയ്ക്ക് വരിക, മാതൃകയായി ജീവിച്ച ആ പെൺകുട്ടി പിറക്കാണ് ഭൂമിയിലേക്ക്. ആ സമയത്ത് മറിയമിന്റെ ഉമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയും കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് ഇസ്രായേലിൽ എന്തുകൊണ്ടാണ് മക്കൾ നന്നാവാത്തത് നമ്മൾ വായിച്ചല്ലോ. അതിന്റെ കാരണവും രണ്ട് ചേർന്ന് തന്നെ അവിടെ കാണാം. മക്കൾ എന്തുകൊണ്ടാണ് നന്നാത്തത് നമ്മൾ പറഞ്ഞത്? ഇസ്രായേൽ ആയത്ത് എന്താ പറഞ്ഞത്? ആ പറഞ്ഞത് ഓർമ്മയല്ലേ? എന്താ ഇത് മറ്റേ കാരണം? ഇസ്രായേൽ വായിച്ചത് ശൈത്താൻ കീഴ്പ്പെടുത്തി വെച്ചിട്ടുണ്ട്. ശൈത്താൻ നമ്മളെ മക്കളെ ശൈത്താൻ കീഴ്പ്പെടുത്തി വെക്കും. ആ ശൈത്താൻ കീഴ്പ്പെടുത്തി വെച്ചത് കൊണ്ടാണ് മക്കൾ നന്നാവാത്തത്. തിരിച്ചറിയണം നമ്മളെ മക്കൾ ഒരു വലയിൽ വീണു, ഒരു വഴികളിൽ ചെന്നു, ഒരു ചീത്ത കൂട്ടുകെട്ടിൽ നമ്മളെ മക്കൾ ചെന്ന് പെട്ടു. ഉണ്ടാവാൻ പാടില്ലാത്തൊരു ബന്ധം നമ്മളെ മക്കൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ രക്ഷപ്പെടുത്തണം. പക്ഷെ നമുക്ക് അറിയാതെ പോവാണ്. ഷെയ്ത്താൻ നമുക്കത് കാണൂല, നമുക്ക് ഇട്ടിട്ട് കാണും. പക്ഷെ ഷെയ്ത്താൻ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാം വാക്കിലും പ്രവർത്തിയും ജീവിതത്തിലും. സുബി നിസ്കരിക്കാത്ത മക്കളാണെങ്കിൽ മനസ്സിലാക്കിക്കോളി, ഷെയ്ത്താൻ കീഴ്പ്പെടുത്തി വെച്ചതാണ്. വാപ്പയെ ഉമ്മയെ ബഹുമാനിക്കാത്ത മക്കളാണെങ്കിൽ മനസ്സിലാക്കിക്കോളി, ഷെയ്ത്താൻ കീഴ്പ്പെടുത്തി വെച്ചതാണ്. നല്ല വാക്ക് പറയാൻ അറിയില്ല, ഉമ്മയോട് വാപ്പയോട് കയർത്ത് സംസാരിക്കുന്ന മക്കളാണോ? മനസ്സിലാക്കിക്കൂടി. ഖുർആൻ ഓതാൻ പറഞ്ഞാൽ മക്കൾ ഖുർആൻ ഓതൂല. ഓതാൻ പറഞ്ഞാൽ തന്നെ ഒന്ന് നോക്കിയിട്ട് അപ്പം കുട്ടിച്ച് പോകും. മനസ്സിലാക്കിക്കോളി, കീഴ്പ്പെടുത്തി വെച്ചത് ഷെയ്ത്താനാണ്. ആ ഷെയ്ത്താനെ കീഴ്പ്പെടുത്തത് രക്ഷപ്പെടുത്തണം. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ആയത്താണ്. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് ഒരു പെൺകുട്ടിക്ക് ആദ്യമായി കിട്ടേണ്ടത് ആരെ പ്രാർത്ഥനയാണ്? ഉമ്മാന്റെ പ്രാർത്ഥന. പെൺകുട്ടിക്ക് പ്രത്യേകിച്ച് അതാണ് മാതൃക. മറിയമിന്റെ ഉമ്മ
മറിയമിനെ പ്രസവിക്കുക. ആ മറിയമാണ് വളർന്ന് ലോകത്തിന് വിശ്വാസികൾക്ക് ഉദാഹരണമായി മാറിയത്. സൂറത്ത് ആര് മറിക്കുക, സൂറത്ത് ആര് മൂന്നാമത്തെ മറിക്കുക, സൂറത്ത് ആര് അതിലെ 36-ാമത്തെ ആയത്ത് വായിക്കുക. 36-ാമത്തെ ആയത്ത്. ഞാൻ അർത്ഥം പറയാം, കൈവച്ചുകൊണ്ട് വായിക്കണോട്ട്. മറിയമിന്റെ ഉമ്മ മറിയമിനെ പ്രസവിച്ചപ്പോൾ, എന്ന് പറഞ്ഞാൽ പ്രസവിച്ചു, പ്രസവിച്ചു. പറഞ്ഞു എന്നല്ല അർത്ഥം. അല്ലാഹുമ്മ റബ്ബി എന്നൊക്കെ താര പറഞ്ഞാൽ പ്രാർത്ഥിച്ചു എന്നാണ് അർത്ഥം. അതെ, കാലം ചോദിച്ചു, പറഞ്ഞു എന്നൊക്കെ അർത്ഥം പറയുന്നു. ഒരു ചോദ്യമാണെങ്കിൽ ചോദിച്ചു എന്ന് പറയാം, ഒരു പ്രസ്താവനയാണെങ്കിൽ കാലത്ത് പറഞ്ഞു എന്നർത്ഥം പറയാം, ഒരു ദുആയാണെങ്കിൽ കാലത്ത് എന്നർത്ഥം പറയണം, പ്രാർത്ഥിച്ചു എന്നർത്ഥം പറയാം. എന്താ പ്രാർത്ഥന? റബ്ബി, എന്റെ റബ്ബേ, എന്റെ രക്ഷിതാവേ, ഇന്നി വദഅതുഹാ ഉൻസാ, ഞാൻ പ്രസവിച്ചത് ഒരു പെണ്ണിനെയാണ്. ശ്രദ്ധിക്കണേ, ഉമ്മാന്റെ ആ വേദന ഇന്നും ഇത് വിഷയം എന്താണെന്നറിയോ? പെണ്ണ് മോശമായതുകൊണ്ടല്ല, സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, അതാണ് പ്രശ്നം. സമൂഹത്തിന്റെ കാഴ്ചപ്പാട് ഇതൊക്കെയാണ് പ്രശ്നം. എന്നിട്ട് പറയാണ് ഞാൻ പ്രസവിച്ച ഈ കുഞ്ഞിനെ കുറിച്ച് അല്ലാഹു നന്നായി അറിയുന്നവനാണ്. എന്നിട്ടൊരു വാക്കുണ്ട്, ഞമ്മളൊക്കെ പറഞ്ഞ വാക്ക് എന്താണ്? ആണിനെ പോലല്ലോ പെണ്ണ്. എന്താണ്? ആണിനെ പോലെയല്ലല്ലോ പടച്ചോനെ, പെണ്ണിനെ പോലെയല്ല ആണ്, ആണിനെ പോലെയല്ല പെണ്ണ്. വ്യത്യാസത്തൊക്കെ നമ്മൾ പറയും. കുറച്ച് സമയം കോളേജിൽ നിന്ന് വരാൻ, സാധാരണ 5 മണിക്ക് വരുന്ന മകള് ഒരു 5:30 മണിയായാൽ ബേജാറാണ്, അല്ലെ? രാത്രി ആയാൽ ബേജാറാണ്. ആൺകുട്ടികളെ പറ്റി ആ ബേജാറുണ്ടാവില്ല. അപ്പൊ എന്താ നമ്മൾ പറയാ? പടച്ചോനെ ഒരു പെൺകുട്ടിയാണ്, അല്ലെ? എന്താ പറയാ? പടച്ചോനെ ഒരു പെൺകുട്ടിയാണ്. ആ ബേജാറാണ് ഉമ്മാന്റെ പറയാണ്. പടച്ചോനെ ആണിനെ പോലെ അല്ലല്ലോ പെണ്ണ്. അറിയാം. അപ്പൊ പെൺകുട്ടിക്ക് പേര് വെക്കേണ്ടത് അമ്മയാണ്. ജനിച്ചത് പെൺകുട്ടിയാണെങ്കിൽ ആര് പേര് വെച്ചോളി? മറിയം ബീവിയുടെ എല്ലാ കാര്യത്തിലും നമുക്ക് മാതൃകയുണ്ട്. ഇവിടെ പേരിടുന്നത് ആരാണ്? ഉമ്മ. മറിയം, ഞാനിതാ എന്റെ കുട്ടിക്ക് മറിയം എന്ന് പേരിട്ടിരിക്കുന്നു. അപ്പൊ പെൺകുട്ടികളാണെങ്കിൽ പേര് ഉമ്മാർക്ക് നിങ്ങൾ അതിനുള്ള ഒരു അനുവാദം കൊടുക്കുക, അവര് പേരിട്ടെ. പെൺകുട്ടിക്ക് ഉമ്മാര് പേരിട്ടെ. മറിയം, ഞാനിതാ എന്റെ കുട്ടിക്ക് മറിയം എന്ന് പേരിട്ടിരിക്കുന്നു. എപ്പോഴാ പേരിടുന്നത്? നമ്മളെപ്പോഴാ പേര് തെരഞ്ഞ് കിട്ടൂല, അല്ലെ? പുതിയ ട്രെൻഡാണ്. അപ്പൊ എന്റെ പല ആൾക്കാരും കൂടി പേര് വയ്ക്കലുണ്ട്. അപ്പൊ ഞാൻ പറയും അബ്ദുള്ള. അപ്പൊ വേറെ എന്നാ അബ്ദുറഹ്മാൻ. അപ്പൊ എന്താ? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് അബ്ദുള്ള, അബ്ദുറഹ്മാൻ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര്. ഹദീസാണ്, നബി പറഞ്ഞതാണ്. അത് വേണ്ട. പിന്നെ എന്താ വേണ്ടത്? വേണ്ടത് വേറെയാണ്. ക്രിമിയിൽ കിട്ടിയുണ്ട് ക്രിസ്റ്റി, പിന്നെ മിനി ആദ്യത്തെ അക്ഷരമാണ്. പെണ്ണിന്റെ ആണിന്റെ ആദ്യത്തെ അക്ഷരം മീനായി. ക്രിമിയിൽ വീട്ട് തമാശയിൽ പറഞ്ഞ ഇതിലേക്ക് കൂട്ടണ്ട. ഇതേപോലെ ഇനി ഗൗരവ ഇപ്പോഴും ആഷിക്ക്, ഫാസിക്ക്, ഫിനാസ് ഒക്കെ ഉണ്ട് ഇപ്പോ സമൂഹത്തിൽ. കാമുകൻ, ഫാസിക്ക് തമ്മാടിന്നാണ്, ഫിനാസ് ചക്കാണ്. ഇപ്പോഴുണ്ട്. ഒരു കുട്ടിക്ക് മതത്തിൽ ചേർത്തமான കുട്ടിയാ ഉണ്ടായതാണ് ഹാമിമോൾ ഐൻസ്റ്റീൻ. ഒരു കുട്ടിയുടെ പേര്
നിങ്ങൾ ഞാനിങ്ങനെ ഡബിൾ പറ്റി ഹാമിമലേഷൻ. അപ്പൊ എന്ത് പേരാണ്, ആരുടെ പേരാണ്, ഇത് എന്താണ്, ഇംഗ്ലീഷാണോ അറബിയാണോ? അല്ല, ഖുർആനിലുണ്ട്, ഖുർആനിലുള്ളതാണ്. അപ്പൊ ഖുർആനിലെ എവിടെ? അപ്പൊ അന്വേഷിച്ച് പറഞ്ഞ ഹാമീം ഐൻ സീൻ ഖാഫ് എന്നല്ല. അപ്പൊ ഞാനൊരു കാഫോട് സുഖമില്ല. അപ്പൊ ഒരു വായി എന്നിട്ട് ഹാമിമുൽ ഐൻ സീൻ കുട്ടികളുടെ പേരാണ് ഖുർആനിലുണ്ട്. അതില്ലേ തോന്നിയ പേരൊക്കെ അജ്റബി അങ്ങനെ കേട്ടോ. അങ്ങനെയുണ്ട്. എന്തോ ആവട്ടെ, ഞാൻ അതൊന്നും ഇവിടെ വിഷയം. എന്താണ് എപ്പോഴാ പേരുണ്ടി പ്രസവിച്ചു കൊണ്ട പേര്. അപ്പൊ അതിന് മുമ്പ് തന്നെ കണ്ടെത്തിക്കോളി. ആണാണോ പെണ്ണാണോ അറിയില്ല, ശരി, രണ്ടും ലിസ്റ്റ് ഉണ്ടാക്കിക്കോളി. നല്ലതുണ്ടാ മതിയല്ലോ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. പരമാവധി പോയാൽ 7ാമത്തെ ദിവസം, എങ്ങനെ 7ന്റെ അന്ന് മുടി കളയുക, 7ന്റെ അന്ന് പേര് വിളിക്കുക, 7ന്റെ അന്ന് അക്കീക്ക അറുക്കുക, അക്കീക്ക അറുത്ത് ആദ്യത്തെ മുടി തൂക്കുക, എന്നിട്ട് എത്ര ഗ്രാമുണ്ട് നോക്കുക, ആ ഗ്രാമിന് തുല്യമായ വെള്ളി എത്ര പൈസ കിട്ടും നോക്കുക, ആ വെള്ളിയുടെ പൈസ ദാനം ചെയ്യുക. 7ാമത്തെ ദിവസം യോമസ്നാമി. അപ്പൊ ഇവിടെ പേരിട്ടു. ഇനി പ്രാർത്ഥിക്കാൻ, പേരിട്ടിട്ട് പ്രാർത്ഥിക്കാൻ വെച്ചോളൂ. അതാണ് പ്രാർത്ഥന. അല്ലാഹുവേ, ഞാൻ ഇതാ ഇവളെ നിന്നിൽ ഏൽപ്പിക്കുകയാണ്. ഇവൾക്കുണ്ടാകുന്ന മക്കളെയും ശപിക്കപ്പെട്ട ശൈത്താനിൽ നിന്ന് അഊദുബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നാണ് പറഞ്ഞത്. ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്താനിർ റജീം. അപ്പോൾ പ്രാർത്ഥന റബ്ബി മുന്നിൽ കൂടണം. എന്താണ്? റബ്ബി ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്താനിർ റജീം. ഇത് പഠിക്കണം. ഇത് നമ്മളെ ക്ലാസ് കേൾക്കലല്ല, സ്ത്രീകൾ പ്രത്യേകിച്ച് കേൾക്കലല്ല, ഇപ്പൊ തന്നെ പഠിക്കുക. ഇവിടുന്ന് പോയാലൊന്നും പഠിക്കൂല. ഇവിടുന്ന് പോയാലൊന്നും നമുക്ക് ഇതിനൊന്നുമല്ല നേരം, പല കാര്യത്തിലാണ് നേരം. ഇവിടുന്ന് തന്നെ പഠിച്ചാൽ എന്താ പ്രാർത്ഥന? റബ്ബി ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്താനിർ റജീം. പറയട്ടെ, റബ്ബി ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്താനിർ റജീം. ഇനി പൊണ്ണുണ്ടെന്നല്ല നമ്മൾ പഠിക്കുക, ആളുകൾ പഠിക്കാൻ കേട്ട. നമ്മൾ പഠിച്ചാലേ നമ്മളെ ഭാര്യക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ, മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ പഠിക്കണം. എന്താണ്? റബ്ബി ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്താനിർ റജീം. പ്രാർത്ഥിക്കട്ടെ. എന്താണ്? റബ്ബി ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്താനിർ റജീം. ഒരു രണ്ടെണ്ണം പറഞ്ഞ കാണാൻ പഠിക്കാനേ ഉള്ളൂ. എന്ന് പറയട്ടെ, റബ്ബി ഇന്നി ഉഈദുഹാ ബിക, റബ്ബി ഇന്നി ഉഈദുഹാ ബിക, റബ്ബി ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ റബ്ബി ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്താനിർ റജീം. റബ്ബി ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്താനിർ റജീം. റബ്ബി ഇന്നി ഉഈദുഹാ ബിക പ്രാർത്ഥിക്കട്ടെ. കാണാതെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ പ്രാർത്ഥന ഒരു ഉമ്മ പ്രാർത്ഥിച്ചാൽ എന്താ ഉണ്ടാകാൻ പോണത്? അല്ലാഹു തആല ആ മകളെ അല്ലാഹ് കബൂൽ ചെയ്യും. ഏറ്റവും നല്ല രൂപത്തിൽ കബൂൽ ചെയ്യും. ഈ പ്രാർത്ഥന അല്ല, ആ പ്രാർത്ഥിച്ച കുട്ടി, ഏത് കുട്ടിക്ക് വേണ്ടിയാ ഉമ്മ ഇത് പ്രാർത്ഥിച്ചത്, ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ആര് സ്വീകരിക്കും? അല്ലാഹ് കണ്ട് ഏറ്റെടുക്കും. അടുത്ത ആഴ്ച തുടക്കം വായിച്ചാൽ കിട്ടുന്നത്
അടുത്ത ആയത്തിൽ തുടക്കം വായിച്ചാൽ കിട്ടും. എന്താണ്? അവളുടെ റബ്ബ് അവളെ സ്വീകരിച്ചു. ഏറ്റവും നല്ല കബൂൽ, ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹു തആല ആ കുട്ടിയെ സ്വീകരിച്ചു, ഏറ്റെടുത്തു. എന്തായാലും ആ മറിയമാണ് ലോകത്തിന് ആണിനും പെണ്ണിനും മാതൃക. അള്ളാന്റെ കലാമി ഈ ഒറ്റ പെണ്ണിന്റെ പേരാണ് അള്ളാഹ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഒരു പെണ്ണ് മാനസികമായി തകർന്നു പോകാൻ എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാവോ ആ കാരണങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു. ഭർത്താവില്ലാതെ ഗർഭം ചുമന്നു, ആളുകൾ ആട്ടി ഓടിച്ചു, ആളുകൾ പഴി പറഞ്ഞു, വ്യഭിചാരിയെ ആക്ഷേപിച്ചു. ഒന്നും മറിയം ബീവിക്ക് തടസ്സം കഴിയില്ല. കാരണം അള്ളാഹു ഇങ്ങനെ കൊണ്ടുവരികയാണ്. അള്ളാഹിന്റെ സംരക്ഷണം, അള്ളാഹിന്റെ കാവല്. സഹോദരങ്ങളെ, നമ്മളെ പെൺകുട്ടിക്ക് അള്ളാഹിന്റെ കാവല് വേണ്ടേ? നമ്മളെ മക്കൾക്ക് അള്ളാഹിന്റെ കാവല് വേണ്ടേ? അള്ള പറഞ്ഞ എന്തിനാണ് അള്ള ഖുർആൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്? നമുക്ക് പഠിക്കാനാണ്. ഈ പ്രാർത്ഥന നമ്മൾ പഠിച്ചു വെക്കണം. ഇനി പെൺകുട്ടികളുള്ള ഉമ്മാരി ചിന്തിക്കുക, നമ്മളെ പെൺകുട്ടികൾക്കൊക്കെ വേണ്ടി നമ്മളിത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രസവിച്ച ഉടനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതിനുള്ള അറിവ് നമുക്ക് ഉണ്ടായിരുന്നോ? ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നോ? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. പഠിച്ചു വെക്കണം. അപ്പോൾ പെൺകുട്ടിക്ക് വേണ്ട പ്രാർത്ഥന എന്താണ്? സന്താനം ഏതായിരുന്നു? കുട്ടിക്ക് മാത്രമല്ല, പേരക്കുട്ടിക്ക് കൂടി പ്രാർത്ഥിക്കുകയാണ്. ആരാണ്? ഈസാ നബി അല്ലെ? പ്രവാചകന്മാരെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്ന അല്ലെ, അള്ളാഹു വസീഹ എന്ന് വിളിച്ച് അള്ളാഹു ഉന്നതമായ സ്ഥാനവും പദവിയും നൽകിയ ഈസാ നബി പേരക്കുട്ടി. ഇതൊക്കെ എന്തിനാ അന്ന് പറഞ്ഞത്? നമുക്ക് ഇതിലൊന്നും വിശ്വാസമില്ല, നമുക്ക് എന്തൊക്കെയോ സംശയം, നമ്മളൊക്കെ പ്രാർത്ഥിച്ച് അങ്ങനെ കിട്ടുമോ എന്നൊക്കെ നമുക്ക് തോന്നുകയാണ്. സഹോദരങ്ങളെ, ധൈര്യ സമയത്ത് മനസ്സിലാക്കിയിട്ട് അള്ളാന്റെ വാക്കല തെറ്റൂല. അള്ള പറഞ്ഞതല്ലേ, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. ഇത് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ പറഞ്ഞു വരുന്നത് ഈ ഖുർറത്ത് ഐൻ എന്നത് മറ്റ് 3 പ്രാർത്ഥനയുടെ ഫലമാണ്. മറ്റ് 3 പ്രാർത്ഥനയുടെ ഫലമാണ്. അതിലൊരു പ്രാർത്ഥനയാണ് പെൺകുട്ടിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന. കാരണം പല ആൾക്കാരുടെ കണ്ണിലും കുളിർമ പോയി ചുടുകണ്ണീര് വന്നത്. കുളിർമ തണുപ്പാണ്, ആ തണുപ്പ് പോയിട്ട് ചുടുകണ്ണീര് വന്നത് പെൺകുട്ടികളുടെ വിഷയത്തിലാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് കണ്ണിന് തണുപ്പുണ്ട പ്രശ്നമില്ല, തണുപ്പല്ല തണുപ്പുണ്ടായത്, ചൂടാണ് ഉണ്ടായത്. ശരി, ഇനി അടുത്ത പ്രാർത്ഥന അത് കുറച്ച് സുദീർഘമായി പറയാനുള്ളതാണ്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. കാരണം നമുക്ക് സമയം കുറച്ച് അത് മുഴുവനാക്കാൻ കഴിയില്ല. നമുക്ക് 10 മണിക്ക് അവസാനിപ്പിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് മറ്റ് രണ്ട് പ്രാർത്ഥന നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി നമുക്ക് പഠിക്കാം. എന്താണെന്ന് അറിയാം, പിന്നെ ഈ ദുനിയത്തിന്റെ വിഷയത്തിൽ വരുമ്പോൾ ഖുർആനിലെ ചില ആയത്തുകളൊക്കെ നമ്മളിങ്ങനെ ഓതുമ്പോൾ പിന്നെ ആ ആയത്തുമായി ബന്ധപ്പെട്ട് വേറെ ചില പ്രാർത്ഥന വരുന്നുണ്ട്. പലപ്പോഴും നമ്മളത് അറിയാതെ പോകണം. ആയിഷ ബീവി കരഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട്. ആയിഷ ബീവി കരഞ്ഞ, അവരെ കരയിപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന അവരെ ഒരു സൂറത്ത് ഓടുന്ന സമയത്ത് ആ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ ഓതിയിട്ട് അവരൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു ആയിഷ ബീവി അൻഹക്ക് അള്ളാഹു നൽകിയെന്ന് കൂടാക്കി പറയുന്നത്. നമുക്ക് കിട്ടുന്ന കൂടെ പറയുന്നത്. അതുകൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. ആ സന്ദർഭത്തിൽ നമുക്കത് വിശദീകരിക്കാം. ഏതായിരുന്നാലും നമുക്ക് നമ്മുടെ മക്കൾ എന്നും നമുക്കൊരു പ്രതീക്ഷയാണ്. നമ്മുടെ ഹൃദയം അവരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ അധ്വാനങ്ങൾ, നമ്മുടെ പരിശ്രമങ്ങൾ എല്ലാം നമ്മുടെ കുടുംബവുമായിട്ടാണ് ഞങ്ങൾക്ക് ബന്ധം. അല്ലെ, നമ്മൾ സഹിക്കുന്ന ടെൻഷനും നമ്മൾ നടത്തുന്ന യാത്രകളും നമ്മുടെ എല്ലാ അധ്വാനങ്ങളും കുടുംബത്തിനാണ്. എന്നിട്ട് അവസാനം അതിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടാതെ വരുന്നൊരവസ്ഥ എല്ലാം വിഫലമാക്കി തീർക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അള്ളാന്റെ സപ്പോർട്ട് കിട്ടാൻ നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കണം, പ്രാർത്ഥിച്ചിരിക്കണം. പഠിക്കേണ്ട പ്രാർത്ഥനകൾ, അറിയേണ്ട പ്രാർത്ഥനകൾ നമ്മൾ അറിയാതെ പോകും, നമ്മൾ പഠിക്കാതെ പോകും.
അവസാനം നമ്മുടെ ദിനങ്ങൾ കഴിയും, നാളുകൾ അവസാനിച്ചു പോകും, നമുക്ക് ഓർമ്മശക്തി ഇല്ലാതെയാകും. ആ സമയത്ത് അറിഞ്ഞിട്ട് കാര്യമില്ല, പഠിക്കാൻ കഴിയുകയില്ല, ഹൃദയത്തിൽ നിൽക്കൂല, ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ ആരും പിറകോട്ട് പോകരുത്. ഒരാഴ്ചയിൽ ഒരു ഖുർആൻ ക്ലാസ്സെങ്കിലും നിർബന്ധമായി ഞാൻ പഠിച്ചിരിക്കുമെന്ന് നമ്മളൊക്കെ മനസ്സിൽ നിയത്ത് വെക്കണം. എല്ലാവരും നിയത്ത് വെക്കണം. ഒരാഴ്ചയിൽ അത് ഫിസിക്കലായിട്ടുള്ള ക്ലാസ് ഉണ്ടാവും. ഫിസിക്കലായിട്ടുള്ള ക്ലാസ് ആഴ്ചയിൽ ഒരു ക്ലാസ് നിർബന്ധമായും ഞാൻ പഠിച്ചിരിക്കും, അതിൽ പങ്കെടുത്തിരിക്കും എന്ന ഒരു നിയത്ത് നമ്മളെല്ലാവരും നമ്മൾ മനസ്സിൽ വെക്കുക. പിന്നെ നമുക്ക് ഇവിടെ പരിഗണികളുള്ളത് കൊണ്ട് മാസത്തിൽ 2 ക്ലാസ്സേ കിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ മാസത്തിൽ 2 ക്ലാസ്സെങ്കിലും ഞാൻ നിർബന്ധമായി പഠിച്ചിരിക്കും എന്നൊരു നിയത്ത് നമ്മളെല്ലാവരും വെക്കണം. ഒരു ക്ലാസ്സെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ട് പോകുമ്പോൾ വല്ലാത്തൊരു വേദന നമുക്ക് ഉണ്ടാകാം, വല്ലാത്തൊരു വിഷമം നമുക്ക് ഉണ്ടാകാം. അതൊരു തീർത്താ തീരാത്ത സങ്കടമായിട്ട് തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് തോന്നുന്ന സഹോദരങ്ങളെ. ഇല്ല എങ്കിൽ നമ്മൾ ഈ പഠിക്കുന്ന പല കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ 3 പ്രാർത്ഥന പറയാൻ പോകുന്നത്. അതിൽ 2 നമുക്ക് എല്ലാവർക്കും അറിഞ്ഞ പ്രാർത്ഥന തന്നെയാണ്. പക്ഷെ അതിൽ ഒരു പ്രാർത്ഥന ഉണ്ട്, 3ാമത്തെ പ്രാർത്ഥന. ആ പ്രാർത്ഥന പലപ്പോഴും നമ്മളൊക്കെ ഖുർആനിൽ ആ ആയത്ത് പലപ്പോഴും ഓതാറുണ്ട്. പക്ഷെ ഓതിയിട്ട് ആ ആയത്ത് ഓതുമ്പോൾ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം നമുക്ക് ആർക്കും അറിയില്ല. ആ ആയത്ത് കഴിഞ്ഞിട്ട് അള്ള പറയാണ്, മുമ്പ് ഇവർ ഇത് പ്രാർത്ഥിച്ചിരുന്നു, അതുകൊണ്ടാണ് അവർക്ക് ഇത് കിട്ടിയതെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ പോയാൽ പറയുന്ന കാര്യം കിട്ടാതെ പോകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഖുർആൻ പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ ആരും പിന്നോട്ട് പോകരുത്. അതിൽ നിന്നുള്ള എല്ലാ തടസ്സങ്ങളെയും നമ്മൾ ഗൗരവത്തിൽ എടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മയോട് വന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുകൊടുക്കും, മാഫാക്കട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പെരുമാറട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടിയ ഈ ഇരിക്കൽ അല്ലാഹു സ്വാലിഹായ അമലായി നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. ഇതിന്റെ പ്രതിഫലം നമുക്കും അല്ലാഹു ഈ സ്ഥാപനത്തിനും ഇതിന്റെ ആളുകൾക്കും നമുക്ക് എല്ലാവർക്കും ഇതിന്റെ എല്ലാ രൂപത്തിലുമുള്ള നിയമത്തും ബർക്കത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കച്ചവടത്തിലും ഇടപാടുകളിലും നമ്മുടെ മനുഷ്യത്തിന്റെ മാർഗത്തിലും എല്ലാം അല്ലാഹു എല്ലാ നിയമത്തും ബർക്കത്തും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. കുറച്ച് കാര്യം പറയുന്നതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രാർത്ഥനയോടെ പഠിക്കാം.